അപ്പൊ ഞങ്ങള് പോയിട്ട് വരാലോ. പറയ് ബാംഗ്ലൂർ പാലസിൽ പോവാ. പറയ് ആ ബാംഗ്ലൂർ പാലസിൽ പോവാ. എന്നിട്ട് അമ്മയും കുട്ടിയും റെഡി. ആ ദാദിമ്മയും കുട്ടിയില്ലേ? ആ കുട്ടിയില്ലേ റെഡി. ഒക്കെ റെഡി. ആ ടാറ്റ. ഡിൽ ഡിൽ. ചേട്ടൻ വരുന്നേ ഉള്ളൂ. ഓട്ടോ ബുക്ക് ചെയ്തിട്ടേ ചേട്ടൻ. കുരുത്തക്കേട് കളിയാണ്, കുരുത്തക്കേട് കളി. കൂട്ട് നിൽക്കാൻ അമ്മ ഉണ്ടോ? ഓട്ടോയെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇപ്പൊ വരുമായിരിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ ഏരിയ. എവിടെ ഇതാണോ? അതല്ല, അതോ അന്തപ്പറവ പോലെ ആട വേണ്ടും. അതല്ല അതല്ല, അതാണോ? ആ നമ്പർ തന്നെയാ. വന്നോ? കണ്ടില്ല? അതായത് എന്താ പറയുക, ജർമ്മൻ സ്പീച്ച് നിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും വേറെ വരിക. അല്ല, തൊട്ടപ്പുറം കുളം കൊടുത്തു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ട് വരും. ഏട്ടൻ നടന്നു പോവാ. അതാണ് നമ്മുടെ ഓട്ടോ. ഇതാക്കണ്ടോ? ഇതാണ് നമ്മുടെ ഓട്ടോ. ബാംഗ്ലൂർ പാലസ്. ആ ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും എല്ലാവരും. പോകാനുള്ള ഒരു ഇവിടെ ഒന്നും നെവർ മൈൻഡ് കേട്ടോ. സൈഡ് അതൊന്നും, കാരണം ഫുള്ള് ചവറാണ്. എല്ലാവരും ക്ലീൻ ചെയ്തുകൊണ്ട് പോകും രാവിലെ തന്നെ. ഇതൊന്നും അല്ല, വൈകുന്നേരം കാണണം അവിടെ ഒക്കെ. ബാംഗ്ലൂരിന്റെ രണ്ടാമത്തെ മുഖമായി കാണുന്നത്. ഇപ്പൊ നമ്മൾ കടന്നു വന്ന മുഖം വേറെ, ഈ മുഖം വേറെ. എന്ത് വൃത്തിയായിട്ട് കിടക്കണെന്നോ. അതാ രാജ്ഭവൻ. അതിനകത്തൊന്നും കയറാൻ പറ്റില്ല. മതിച്ച മലയാ. നീ മതിച്ച പൊക്കത്തില് മതിലുണ്ടൊക്കെ. അതാ പറഞ്ഞേ, നമ്മുടെ രണ്ട് മുഖമുള്ള ബാംഗ്ലൂരാണ് കാണുന്നത്. ഫുള്ള് ചവറൊന്നും. ഇപ്പൊ നോക്ക് എന്ത് വൃത്തിയായിട്ടാ കിടക്കണേന്ന്. പോണ വണ്ടിയിൽ നിന്നാണ് ഇത്ര
ആ ഇതാ അത് സെയിം പാലസ് അല്ലല്ലോ ഇത് ഡിഫറെന്റ് ഇത് വേറല്ല ಫಂಕ್ಷನ್ ಅಲ್ಲೇ ஓகே ಈ ಪಕ್ಕ ಇದು ಬೇರೆ ಇದೆ ಎಲ್ಲ ವೆರೈಟಿ ಉಳ್ಳೆಲ್ಲ ತುಂಬ இருக்குது ಇದಕ್ಕೆ അതോ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പോയി കാണുന്നതാണ് ഫംഗ്ഷനൊക്കെ ഈശ്വര നട്ടപ്പുറ വെയിലാന്ന് തോന്നുന്നു. ಟ್ರಾವೆಲ್ಸ್ ಎಲ್ಲ ಪಾರ್ಕಿಂಗ್ ಪ್ಲೇಸ್ ಇಟ್ಟಿಲ್ಲ ಮುನ್ನೂರು ഓക്കെ ഇങ്ങതാ പോകണ്ടേ ದಕ್ಷಿಣ ಚೇಂಜ್ ಬನ್ನಿ അടിപൊളി. നോക്ക് മറ്റേ ആ സിനിമ കൊലുസ് തെന്നി തെന്നി വളകൾ കൊഞ്ചി കൊഞ്ചി. എൻ്റെ പാട്ട് നെവർ മൈൻഡ്. ഏയാള് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് വീഡിയോ അതിൻ്റെ അലൗഡ് അല്ല. അത് കാരണം കൊണ്ട് ഞാൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അത്രേ ഉള്ളൂ. അതേ ഒരു വലിയ കഥ പറയാനുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറാം പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എൻ്റെ മോനെ ഒരു വലിയ കഥയാണ്. ഞാൻ പോകുന്ന വഴിക്ക് പതുക്കെ പറഞ്ഞുതരാം. ഞാനൊന്നുമേ കണ്ടില്ല. കുറേ അടിപൊളിയാണ് അകമൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് കാണാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇവിടെ ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഇവിടെ ഒന്ന് വന്നിട്ട് പോണേ. നല്ല രസമുണ്ട്. അടിപൊളിയല്ലേ. നമുക്ക് പൊരിഞ്ഞ വെയിൽ. അമ്മയും കൊച്ചും കൊടക്കയിലത്, ഞാൻ പൊരിഞ്ഞ വെയിലും. എന്നെ കണ്ടോ? ഈ അവസ്ഥയൊന്നും അല്ലായിരുന്നു കുറച്ചു നേരം മുന്നേ. സോ ബാഡായിരുന്നു. ഓക്കെ അല്ലേ? സെറ്റായില്ലേ? ഇതിനെന്താ പറയണേ? പീരങ്കി. ആ പിന്നെ വേറെന്താ വേണ്ടേ? ഇതെങ്ങനെ ഇതിൽ കുടുക്കിയിട്ട് ഇങ്ങനെ ഇതാക്കുക? എങ്ങനെ ഇതെങ്ങനെ പൊക്കും താഴത്തൊക്കെ ചെയ്യുന്നത്? അതെനിക്കറിയില്ല. അതാ ഇവിടെ ആയിരിക്കും പൊക്ക. ഇവിടെ ആയിരിക്കൂലേ പൊക്ക? പിന്നെ എല്ലാവരും നല്ല അടിവെച്ച് കൊടുത്തിട്ടുണ്ടാവും പാവങ്ങൾക്ക്. ഈ പാലസ് പണിയാൻ തന്നെ എന്തോരം അടിയും ചവിട്ടും തൊണ്ടും കൊഴുകിയൊക്കെ കൊണ്ടുണ്ടാവും ഓരോരുത്തർ. എന്തായാലും സൂപ്പറാ കാണാൻ. ഇപ്പോൾ പണ്ടുള്ളവരെ ഇതിനെ എന്താ അനുഭവിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ. വെള്ളം നല്ല അടിപൊളിയായിട്ട്. പ്ലാവാ അത് പ്ലാവാണോന്ന് ചോദിക്കണ്ട അമ്മ. അയ്യോ, വെയിലെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഉച്ചിയിലടിക്കുന്ന വെയിൽ. പാലസിലുള്ളവർ ജഗൻ ചെയ്ത എന്നെ മറക്കൂല. ഒന്ന് തല കറങ്ങി വീണു. പൂര ഛർദിയായിരുന്നു പാലസിൻ്റെ അകത്ത് കയറിയിട്ട്. ഇങ്ങനെയുള്ളവരുണ്ടോ? രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോഴേ എന്തോ പോലെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ അയ്യോ, എനിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് വയ്യായിരുന്നു. എന്തൊക്കെയൊക്കെയോ ഒരു വിഷമായിരുന്നു. അവരൊരു ഫൗണ്ടൈൻ അങ്ങനെയല്ലേ പറയാ, അതുണ്ട് കേട്ടോ. അതാണ് ഞാനിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. എനിക്കൊരു സ്റ്റേഷൻ കിട്ടുന്നില്ല. ഇവിടുന്ന് പാലസ് നോക്ക്, അടിപൊളിയല്ലേ. അതാ സ്തൂതസ്തംഭം അല്ല, അത് കിട്ടുന്നില്ലല്ലോ. പോയാൽ ചിലപ്പോൾ ഞാൻ കാട്ടി കിടക്കാം. അതുകൊണ്ടാ. ഇത് നോക്ക്, അടിപൊളി. ഫുള്ള് എനിക്ക് കിട്ടുന്നില്ല. പോയിൻറ്റ്സ് ഇട്ട് നോക്കട്ടെ, നമുക്ക് കിട്ടുമോ നോക്കാം. വാവ്, സെറ്റല്ലേ, അടിപൊളി. മസ്റ്റ് വിസിറ്റ്, അങ്ങനെ പറയാം. മസ്റ്റ് ട്രൈ എന്നൊക്കെ പറഞ്ഞാൽ മസ്റ്റ് വിസിറ്റ്. എനിക്ക് അത്ര ഇത് വന്നിട്ടില്ല. അതാണ് കേട്ടോ ഞാനിങ്ങനെ എന്തൊക്കെയോ പോലെ സംസാരിക്കണേ. എനിക്ക് വയ്യതേ. ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ചെയ്ത് വന്നതാണ്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് വയ്യ, നമുക്ക് പോവാം, വീട്ടിൽ പോവാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു ഞാൻ. അതാദ്യമേ മോനും അവിടെ പോയിരുന്നു. വയ്യാത്ത എനിക്കും. പക്ഷെ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സുഖമുണ്ട്, ഒരു സമാധാനമുണ്ട്. അവരെനിക്ക് ഉപ്പുവെള്ളമൊക്കെ തന്ന് ഷുഗർ പോലെ പ്രഷർ ഡൗൺ ആയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവരെനിക്ക് ഉപ്പുവെള്ളമൊക്കെ തന്നിരുന്നു കേട്ടോ. ഇതൊരു റോസാ ചെടിയാ, അടിപൊളി. ഇങ്ങനൊരു സാധനം തരാം നമ്മൾ കയറുമ്പോൾ. എനിക്ക് കിട്ടിയതാണിത്, ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്.
എന്തിനാണെന്നറിയില്ല, തിരിച്ചറിയൽ കാർഡാന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് 260 രൂപ കൊടുക്കണം കേട്ടോ ഒരാൾക്ക്. അതേ മറന്നുമായിരുന്നു പറയാൻ. 260 രൂപ. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഫോറിനേഴ്സായി അതിൽ കൂടും, 500 രൂപ കൊടുക്കണം. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് പേർക്ക് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തില്ല. വെറുതെ എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കണത്? പെനൽറ്റി കിടക്കേണ്ടി വരും. ഇവന്മാർക്കാണെങ്കിൽ ഒരു ദയാദാക്ഷിണ്യം ഉണ്ടാവില്ല. അതായതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാൻ പോയില്ല. എന്തായാലും കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഫോട്ടോസ് നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ അകത്ത് വെക്കാം. ഇപ്പം നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ. ഇനി ഓട്ടോ ബുക്ക് ചെയ്യണം. അടുത്ത നമ്മൾ എങ്ങനെ പോകുന്നത്? ബൊട്ടാനിക്കൽ ഗാർഡനോ? ആ ഓക്കെ. പാവമ്മ ക്ഷീണിച്ചു. ഞാൻ അതിൽ കൂടുതൽ ക്ഷീണിച്ചു. ഫുഡെന്ന് കേട്ടപ്പോൾ എണീറ്റിരിക്കുന്നൊരു മുതലിനെ കണ്ടത് ഇതാണത്. ഫുഡ് കഴിക്കാനൊക്കെ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് വയ്യാതെ ആയി കേട്ടോ. അതോടുകൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ബാക്കിയുള്ളിടത്തൊന്നും ഞങ്ങൾ പോയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ.